what's up guys? My name is Jithin John. Welcome to Seavox. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. കല്ലിൽ ചുട്ട ചിക്കൻ. നമ്മുടെ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആൾക്കാർ കഴിക്കാത്തുണ്ടാവും. നമ്മുടെ ഈ കാട്ടിലെ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായുള്ള കുറച്ച് സംഗതികളൊക്കെ മതി, വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ കൂട്ടുകാരും ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അൽഫാമ കടിക്കുന്ന പോലെ അതേപോലത്തെ ഒരു സംഗതിയാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഏകദേശം ഒരു 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചൊറുക്കിയും കുറച്ച് ഉപ്പിട്ട് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പിടാണ്. ഇത്രയ്ക്കൊക്കെ മതി. ഇനി കുറച്ച് ചൊറുക്കിയും കൂടി നമുക്ക് ഒഴിക്കണം ഇതിൽ. അപ്പോൾ തെങ്ങിൻ ചൊറുക്കിയാണ് കേട്ടോ എപ്പോഴും ബെസ്റ്റ്. ഇത്രയും മതി കേട്ടോ തെങ്ങിൻ ചൊറുക്ക. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ വെള്ളത്തിലേക്ക് എടുക്കട്ടെ. അപ്പോൾ ഇത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഒരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ഇടണം. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് മസാലകളൊക്കെ ഇടാം. നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത് ഞാൻ പൊടിച്ചതാട്ടോ. പിന്നെ ഒരു ടീസ്പൂണൊക്കെ ഗരം മസാല, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ കറിമുളകില്ലേ അതും വേണം. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണം, പിന്നെ ചില്ലി പൗഡർ, മുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഒരു മിക്സ് ചെയ്തൊരു മസാല റെഡിയാക്കാം. ആദ്യം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ കണക്കാക്കി ഏകദേശം ഇടാം. ഇനി നമുക്ക് മുളക് പൊടി 1 സ്പൂണോളം ഇടാം. ഇനി മല്ലിപ്പൊടി അത് 1 ടീസ്പൂൺ തന്നെ മതി. മഞ്ഞൾപ്പൊടി ഇതൊരു 1/2 ടീസ്പൂൺ മതി. ഇനി കുരുമുളക് പൊടി അതൊരു 1.5 ടീസ്പൂണോളം ഇടാം. ഇനി നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പിന്നെ പെരിഞ്ജീരകം പൊടി, പിന്നെ ഗരം മസാല, കറിമുളക് അരിഞ്ഞത്, ചെറിയ ഉള്ളി. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയിൽ പിഴിഞ്ഞ് വയ്ക്കണം. അപ്പോൾ കുരു കളഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഇനി ഇടാൻ പോകുന്ന ഒരു സംഗതി വെച്ചാൽ നമ്മുടെ കറുകപ്പട്ടയുടെ ഇലയാണ്. അപ്പോൾ ഇത് ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് നമുക്ക് ഇടാം. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചാണല്ലോ, നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചാണല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പും ഉണ്ടാവും, അതേപോലെ തന്നെ വെള്ളയിൽ ഓൾറെഡി ഉണ്ടാവും. നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം. ഇതിൽ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടാണ്. നമുക്ക് ഗരം മസാലയൊക്കെ കൂടുതൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പലർക്കും, പക്ഷേ പല ടേസ്റ്റുകളായിരിക്കും. അപ്പോൾ ഗരം മസാല കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഗരം മസാല കൂടുതൽ ഇടാം കേട്ടോ. ഈ ചിക്കൻ ഇനി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇനി നേരെ പോയിട്ട് നമ്മുടെ കല്ല് ചുട്ട് സെറ്റാക്കാം. കല്ല് ചൂടാനുള്ള വിറകൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തീ കത്തിച്ചിട്ട് കല്ല് ചൂടാൻ പോവാണ്. ചുടാനുള്ള കല്ലുകളൊക്കെ നമ്മൾ എടുത്തത് ഇവിടെ നമ്മുടെ പുഴയിൽ നിന്നാട്ടോ. അപ്പം ഇങ്ങനത്തെ ഈ കനം കുറഞ്ഞ ടൈപ്പ് തന്നെ നല്ല കല്ലുകൾ നമുക്ക് പറമ്പിലും കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എളുപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ടായിരുന്നു, അപ്പോൾ പുഴയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. ആദ്യം നമുക്ക് ഈ കല്ല് ചുട്ട് കഴിയുമ്പോൾ അത് കെട്ടി വെക്കണമല്ലോ. കെട്ടി വെക്കാനായിട്ട് കുറച്ച് ഇലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് കെട്ടി വെക്കാൻ അതിന് ഒരു ജസ്റ്റ് ഒരു സർഫസ് പോലെ ഉണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് വള്ളികൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു നടുക്കായിട്ടൊന്ന് കെട്ടിട്ട് വെക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ചുട്ട കല്ല് നമുക്ക് കെട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ വള്ളികളായിരുന്നു നിരത്താണ് ഇവിടെ. വള്ളികൾ നമ്മൾ നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ട്, ഒരു വട്ടയില എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മുടെ ഈ അപ്പോൾ അത് പാടത്താണ്. അപ്പോൾ പാടത്ത് ഇപ്പോൾ നിൽക്കണ്ടായിരുന്നതാണ് ഈ വട്ടല. അപ്പോൾ വാഴയിലാണെങ്കിലും കുഴപ്പമില്ല. ഈ വട്ടല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ മീനൊക്കെ പൊതിഞ്ഞ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഈ മീൻ പൊതിയുന്ന ഒരു സംഗതിയാണ് വട്ടല. നല്ല കട്ടിയാണ് ഇതിൻ്റെ ഇലയ്ക്ക്. അപ്പോൾ നമുക്കിത് ഇതിൽ വിരിക്കാം. ഇതിലാണ് നമ്മൾ ചുട്ട കല്ലിടുന്നത്. അങ്ങനെ നമ്മുടെ വട്ടയിൽ ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ വാഴലയും കൂടി വെറുതെ ഇടാണ്. കല്ല് കെട്ടി വെക്കാൻ വേണ്ടി മാത്രമാണ്. 2 വാഴയിലും കൂടി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വാഴയിലയിൽ കെട്ടിപ്പൊതിഞ്ഞ് റെഡിയാക്കാം. ചിക്കൻ ഇടാനുള്ള വാഴയില നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഉണങ്ങിയ വാഴയിലയുടെ ഇത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കെട്ടിയെടുക്കാൻ വേണ്ടി. ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കല്ല് വന്ന് മുരുകിപ്പോവും.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് പിടിച്ച് അടിപൊളിയുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഇതിലേക്ക് ഇടാം. കെട്ടിപ്പോഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലിൽ ചുട്ടെടുക്കണം. അപ്പോൾ ഈ കല്ല് നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്തിരിക്കുകയാണെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ചിക്കനും കൂടി വെച്ച് നമുക്ക് കെട്ടി വയ്ക്കാം. ഇനി നമ്മൾ കല്ലെടുക്കാൻ പോണ്. നല്ല ചൂടായിരുന്നു. നല്ല ഇത് നമ്മുടെ കൃഷി വകുപ്പ് തരുന്ന ഒരു ഇതാട്ടാ, നമ്മൾ ഈ പച്ചക്കറി തോട്ടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടാ, ഇതിൻ്റെ അടുത്തേക്ക് പോകാനേ പറ്റുന്നില്ല. നമുക്കിത് പതുക്കെ ഇതിൽ കടത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ബാക്കിയുള്ള കല്ലും കൂടി ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യാം. അങ്ങനെ കല്ലുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കെട്ടിപ്പോയി നേരത്തെ പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് വയ്ക്കാം. സൂക്ഷിച്ചോളൂ, നല്ല ചൂടുള്ള കല്ലാണ്ടാ. അങ്ങനെ നമ്മളിത് കെട്ടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 1/4 മണിക്കൂർ ഇരിക്കണം. ഇനി ഇങ്ങനെ ആ നേരം കൊണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് കത്തി വെച്ചിട്ട് ഇരിക്കുക. പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ നല്ല രസമുള്ളൊരു ഏർപ്പാടാണ് കേട്ടത്. ഇത് നല്ലൊരു ടേസ്റ്റും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പഴമയുടെ ഒരു രുചിയൊക്കെ ഇതിലുണ്ട്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ വട്ടയിലയോ അല്ലെങ്കിൽ നമുക്ക് വാഴയിൽ ഇട്ടില്ലെങ്കിൽ പ്ലാസ്റ്റിക് വള്ളികൾ പൊട്ടിപ്പൂട്ടാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കട്ടി കുറവുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്ലാസ്റ്റിക് വള്ളികൾ കുറച്ച് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ വാഴയിലയുടെ ഇത് വെച്ചിട്ടാണ് കെട്ടിയെടുത്തത്. അപ്പോൾ ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അത് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് അഴിച്ചു നോക്കാൻ പോവാണ്. എന്തായി നോക്കാം. കല്ലുമേത്ത ചൂടൊന്നും ഇതുവരെയായിട്ടും പോയിട്ടില്ല, തീർത്തും കൂടി. നമ്മുടെ ഐറ്റം ദേ പുറത്തേക്കൊക്കെ വന്നു തുടങ്ങി പൊട്ടിയിട്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് അഴിച്ച് കഴിക്കാം. എങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ നമ്മൾ പാടത്തൊരു സ്ഥലത്ത് നൈസായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അഴിച്ചു നോക്കാൻ പോവാണ്. നല്ല അടിപൊളി ആയിട്ടോ നോക്കണല്ല. ഇപ്പം ഇതൊന്ന് നൈസായിട്ട് സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടാ അഴിക്കാണ്. ആഹാ, നോക്കിയേ, നല്ല വെന്ത് നല്ല രസമുള്ള രീതിയിലായിട്ടുണ്ട്. ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. നല്ലതായിട്ട് വെന്തുണ്ട് കേട്ടോ, കണ്ടില്ലേ? നമുക്ക് ഒരു പീസും കൂടി കഴിച്ചു നോക്കാം. ഈ കറുകപ്പട്ടയുടെയൊക്കെ ഒരു സ്മെല്ല് കാരണം നല്ല നൈസായിട്ടുണ്ട്. നന്നായിട്ട് ഇറച്ചിയൊക്കെ വിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? നല്ല ടേസ്റ്റ്, അടിപൊളി സാധനമാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ ഈ സാധനത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളൊരു വേറൊരു കോമ്പിനേഷൻ കൂടി കൊണ്ടുണ്ട്. നമ്മൾ മണ്ണിൽ കുടിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഇടാം, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ആ സാധനം കൂടി കൊണ്ടുവന്നിട്ട് നമ്മളിന്നത് പിടയ്ക്കാൻ പോവാണ്. ഇതാണ്ടോ നമ്മുടെ ഐറ്റം. ഇത് മണ്ണിൽ കുഴിച്ചിട്ട് നല്ല ക്വാളിറ്റിയാണ്. ഇത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം. ഇപ്പോൾ ഇതും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഈ മണ്ണിൽ കുഴിച്ചിട്ട ചിക്കനും കൂടി, അല്ല മണ്ണിൽ കുഴിച്ചിട്ടില്ല, കല്ലിൽ ചുട്ട ചിക്കനും കൂടി കഴിക്കാൻ പോകണം. ഇത് ഊറാനൊന്നും നേരം കിട്ടിയിട്ടില്ല അതിൻ്റെ അടിയൊന്നും.
അതിനേക്കാളും മുന്നേ നമ്മൾ ഇന്നലെ എടുത്തുള്ളൂ. അപ്പോഴേക്കും നമുക്ക് കൊതി മൂത്തിട്ടേ അപ്പം ഇതും കൂടി കൂട്ടി നമ്മൾ കഴിക്കാൻ പോണ്. അമ്മോ, ഇതിൻ്റെ ടേസ്റ്റും കൂടി ആവാൻ വേണ്ടില്ല, നല്ല സൂപ്പറാണ്. അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ, ഈ കല്ലിൽ ചുട്ട് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് തന്നോളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇത് ഉണ്ടാക്കി നോക്കാം, ഫാമിലിയുടെ കൂടെയൊക്കെ. വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെയും ബൈ.